welcome to another lecture of Engineering Thermodynamics, and we are discussing on the topic available energy. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൈലബിൾ എനർജി എന്താണെന്നും അതിൻ്റെ മറ്റൊരു ടേം ആയിട്ടുള്ള എക്സർജി നമ്മൾ പഠിച്ചു. അതുപോലെ അൺഅവൈലബിൾ എനർജി എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആൻഡ് വി ഹാഡ് എൻഡഡ് അപ്പ് ദ വീഡിയോ മെൻഷനിങ് വാട്ട് ഈസ് ഡെഡ് സ്റ്റേറ്റ്. ഡെഡ് സ്റ്റേറ്റ് എന്താണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയിട്ടുള്ളത്. സോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം നമുക്ക് എപ്പോഴും മാക്സിമം വർക്ക് തരിക, ഒരു സിസ്റ്റം നമുക്ക് എപ്പോഴും മാക്സിമം വർക്ക് തരിക അതൊരു റിവേഴ്സിബിൾ വർക്ക് ആകുമ്പോഴാണ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് കൂടെയാണ് ആ പ്രോസസ്സ് നടക്കുന്നതെങ്കിലാണ് നമുക്ക് മാക്സിമം വർക്ക് കിട്ടുക. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമം വർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ എനർജി കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. കാരണം ഈ വർക്ക് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി കൂടിക്കൊണ്ടിരിക്കും. സോ മാക്സിമം വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സിബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് അത് പോവേണ്ടത് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നത് എൻവയൺമെൻറ്റ് കണ്ടീഷനിലേക്കായിരിക്കണം. എന്നാലാണ് നമുക്ക് മാക്സിമം വർക്ക് കിട്ടുക. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് മാക്സിമം വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ആ പ്രോസസ്സ് നടക്കുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കണം. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് എൻവയൺമെൻറ്റൽ സ്റ്റേറ്റിലേക്ക് നീങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ എൻവയൺമെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സോഴ്സ് ഉണ്ട്, T1, ഒരു എൻജിൻ വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ആൻഡ് അത് T2യിലേക്കാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ആണെങ്കിൽ ഇതിന് മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1 - T2/T1 എന്ന് വേണം അല്ലേ? അതായത് റിവേഴ്സിബിൾ ആണെങ്കിൽ ഈ ഒരു എഫിഷ്യൻസിയാണ് അതിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം എഫിഷ്യൻസി. അപ്പോൾ ഇത് 100% ആവണമെങ്കിൽ ഈ ടേം എന്താവണം? 0 ആവണം. 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? T2 വാല്യൂ ഷുഡ് ബി 0 Kelvin. 0 Kelvin എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെ, അബ്സല്യൂട്ട് തെർമോഡൈനാമിക് സ്കെയിലാണ്. സോ ദാറ്റ് ഈസ് -273°C. സോ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് തിയറിറ്റിക്കലി പറയാം അത് എന്തായിരിക്കണം? 0 ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? എഫിഷ്യൻസി 100% ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അത് പ്രാക്ടിക്കലി നടക്കില്ല. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി പറയാവുന്ന ഒരു കാര്യം എന്താ, ഈ T2 എത്രത്തോളം കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം കുറച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ എനിക്ക് കിട്ടും, ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ് കിട്ടും. എപ്പോൾ? എനിക്ക് ഈ T2 ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അതിനൊരു സറൗണ്ടിങ് ഉണ്ടാവും അല്ലേ, ഒരു സറൗണ്ടിങ്സ് ഉണ്ടാവും. ആ സറൗണ്ടിങ്സിലാണ് ഞാനൊരു പ്രോസസ്സ് നടത്തുക. സിസ്റ്റത്തിലാണ് എൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്തുക. ചുറ്റുവട്ടത്തും സറൗണ്ടിങ് ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഏറ്റവും മിനിമം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ലീസ്റ്റ് ഹീറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. അതായത് എൻവയൺമെൻറ്റ് കണ്ടീഷൻ ആയിരിക്കണം ഇതിന് അറ്റൈൻ ചെയ്യാവുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. അങ്ങനെ എൻവയൺമെൻറ്റ് കണ്ടീഷൻ എത്തുന്നതിന് പറയുന്ന ഒരു പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദാറ്റ് ഈസ് ഡെഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന്, അത് റിവേഴ്സിബിൾ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് ആയിരിക്കണം. രണ്ടാമത്തത്, അതൊരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലേക്കായിരിക്കണം? എൻവയൺമെൻറ്റിൻ്റെ കണ്ടീഷൻസിലേക്കായിരിക്കണം. അതായത് ഡെഡ് സ്റ്റേറ്റിലേക്കായിരിക്കണം മാറേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് മാക്സിമം പോസിബിൾ വർക്ക് എനിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഈ മാക്സിമം വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? അവൈലബിൾ എനർജി ഓർ അവൈലബിലിറ്റി എന്നോ എക്സർജി എന്നോ ഒക്കെ നമ്മൾ ടേം ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഇക്വേഷൻസ് ആണ്. അതായത് അവൈലബിൾ എനർജി ഫോർ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. നമ്മൾ പല പ്രോസസ്സ് നമുക്കറിയാം. ഒന്ന് സൈക്ലിക് പ്രോസസ്സുകളുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്പൺ സിസ്റ്റം.
അല്ലെങ്കിൽ ജനറലി നമുക്ക് പറയുമ്പോൾ പിന്നെ പറയാവുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകളിൽ അവൈലബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്പെഷ്യലി ഓപ്പൺ സിസ്റ്റം സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ഒരു ഡെറിവേഷനും കൂടിയാണ്. സോ നമുക്ക് എല്ലാം നോക്കാം. എല്ലാം നമ്മുടെ സിലബസിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സിലബസിൽ ആകെ 2-3 വരി 2-3 ടേംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ടേംസുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോകണം. വൺസ് യു ആർ ലുക്കിംഗ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ പേപ്പർ വി ക്യാൻ സീ ദാറ്റ്. സോ നമ്മൾ ഓരോന്നിൻ്റെയും അവൈലബിൾ എനർജി അല്ലെങ്കിൽ അവൈലബിലിറ്റിയുടെ ഇക്വേഷൻസ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. So the first we will be discussing available energy referred to a cycle. Available energy referred to a cycle. ഒരു സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ അതിൻ്റെ അവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ അവൈലബിൾ എനർജിയുടെ ഈ 4-5 പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിലിറ്റി പോർഷൻസ് തീർന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഈസ് അവൈലബിൾ എനർജി റെഫേർഡ് ടു എ സൈക്കിൾ. സോ അത് നോക്കുന്നതിന് അവൈലബിൾ എനർജി ഓഫ് എ സൈക്ലിക് പ്രോസസ് നോക്കുന്നതിന് സോ വിൽ സ്റ്റാർട്ടപ്പ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പോലെ നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ അടുത്തൊരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. ഓക്കെ, ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. ഈ ഹീറ്റ് എഞ്ചിൻ ഒരു സോഴ്സ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T1 നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു, സേ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ്, ആൻഡ് ഇറ്റ് ഗിവ്സ് ഔട്ട് എ വർക്ക്, മാക്സിമം വർക്ക്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ എനർജി തരുന്ന രീതിയിൽ മാക്സിമം വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിനെയാണ് നമ്മൾ അവൈലബിൾ എനർജി എന്ന് പറയാം. ആൻഡ് ബാക്കിയുള്ള ഹീറ്റിനെ നമ്മൾ റിലീസ് ചെയ്യുന്നതുണ്ട്. ബാക്കി റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഅവൈലബിൾ എനർജി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ടു അനദർ തെർമൽ റിസർവോയർ കോൾഡ് സിങ്ക്, ദാറ്റ് ഈസ് T2. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എഫിഷ്യൻസി, ഇതിൻ്റെ റിവേഴ്സിബിൾ സൈക്കിളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് ഇതൊരു റിവേഴ്സിബിൾ എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ എഫിഷ്യൻസി ക്യാൻ ബി ടേംഡ് as 1 - T2/T1 എന്ന് എനിക്ക് എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്തിട്ട് പറയാം. T1 T2 ടെമ്പറേച്ചർ റിസർവോയേഴ്സിലാണ് ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ ഇടയിലാണ് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി 1 - T2/T1. അപ്പോൾ നമ്മൾ കരുതുകയാണ് ഇപ്പോൾ ഇവിടുത്തെ അൺഅവൈലബിൾ എനർജി പാർട്ട് പോകുന്നത് T2 സ്റ്റേറ്റിലേക്കാണ് അല്ലേ. അപ്പം ഞാൻ ഇത് മാക്സിമം എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഈ T2 എന്തായിരിക്കണം, എൻവയൺമെൻറ്റ് കണ്ടീഷനുമായിട്ട് എന്തായിരിക്കണം, ഇക്വിലിബ്രിയത്തിലായിരിക്കണം. സോ ദാറ്റ് ഷുഡ് ബി ഇൻ എ ഡെഡ് സ്റ്റേറ്റിൽ ആയിരിക്കണം. അതായത് ഈ T2 സെറ്റപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ എൻവയൺമെൻറ്റൽ കണ്ടീഷൻ ആണെന്ന് സങ്കല്പിക്കുക. എന്തിനാണ്, നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വർക്ക് കിട്ടാൻ പറ്റുക. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് 1 - T0/T1. എനിക്ക് എഴുതിക്കൂടെ? കാരണം എന്താ, T0 സ്റ്റേറ്റിലാവുമ്പോഴാണ് അത് ഡെഡ് സ്റ്റേറ്റ് ആവുക, അതായത് എൻവയൺമെൻറ്റ് കണ്ടീഷൻ ആയിട്ട് മാറുക. സോ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് T0. അപ്പോൾ 1 - T0/T1 വിൽ ഗിവ് ദി മാക്സിമം എഫിഷ്യൻസി ഫോർ ദിസ് സിസ്റ്റം, ഫോർ ദിസ് എൻജിൻ. സോ എഫിഷ്യൻസിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അതായത് മാക്സിമം വർക്ക് divided by my input is Q1 അല്ലേ. സോ ദാറ്റ് ഈസ് Q1 is equal to 1 - T0/T1. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ റൈറ്റ് ഡൗൺ മാക്സിമം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 1 - T0/T1 ഇൻറ്റു ഇതിനെങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് ഇൻറ്റു Q1. ഓക്കെ, ഇതാണ് എന്ത്, അവൈലബിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിലെ അവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ദിസ് ഈസ് ദ ഇക്വേഷൻ 1 - T0/T1 ഇൻറ്റു Q1. ദാറ്റ് ഈസ് ദി അവൈലബിൾ എനർജി ഫോർ എ സൈക്ലിക് പ്രോസസ്. ഇനി ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു സൈക്കിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞത്. ഒരു സൈക്ലിക് പ്രോസസ്സിനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, അതായത് ഒരു ഏറ്റവും കുറഞ്ഞത് 2 പ്രോസസ്സെങ്കിലും കൂടിയതായിരിക്കണം ഒരു സൈക്കിൾ അല്ലേ. ഒരു സൈക്കിൾ ഇപ്പോൾ ഞാനൊരു റാൻഡമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 to 2 and 2 to 1,
അങ്ങനെ ആയാലേ സൈക്ലിക് പ്രോസസ് ആവുള്ളൂ. സോ ഇങ്ങനെ സൈക്കിളിൻ്റെ ഇക്വേഷൻ ആണ് മാക്സിമം അവൈലബിൾ വർക്കാണ് 1 - T0/T1. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് പ്രോസസ്സ് മാത്രം ഞാൻ എടുത്താൽ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവൈലബിൾ എനർജി എന്നും കൂടെ നമ്മൾ നോക്കാം. സോ ഹോപ്പ് യു ഹാവ് ടേക്കൺ ഡൗൺ ദിസ് വൺ. മാക്സിമം വർക്ക് ഈസ് 1 - T0/T1 into Q1. ദാറ്റ് ഈസ് എ അവൈലബിൾ എനർജി ഫോർ എ സൈക്ലിക് പ്രോസസ്. സോ ഇവിടെ നമ്മളൊരു ഫൈനൈറ്റ് പ്രോസസ്സായിട്ടുള്ള XY പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു ഫൈനൈറ്റ് പ്രോസസ് XY പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ TS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി പ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഹീറ്റ് അഡീഷൻ പ്രോസസ്സാണ് ഇൻ XY ഇസ് ദ പ്രോസസ് നെയിം. അവിടെ ഒരു ഹീറ്റ് അഡീഷൻ ആണ്. അപ്പം നമ്മളൊരു ചെറിയ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ചെറിയ എമൗണ്ടിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് DQ1 ആണ് കൺസിഡർ ചെയ്യുന്നത് അറ്റ് ടെമ്പറേച്ചർ T1. ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡെഡ് സ്റ്റേറ്റ് അഥവാ എൻവയൺമെൻറ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് T0. നമുക്കറിയാം ഇതാണ് പ്രോസസ്സ് XY പ്രോസസ് എങ്കിൽ ഈ XYൻ്റെ ലൈനിൻ്റെ താഴെ വരുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതാണ് അതിൻ്റെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ ഈ ഒരു ഡെഡ് സ്റ്റേറ്റിന് ശേഷം കിട്ടുന്ന ഈ പാർട്ടുകൾ, ഈ താഴെയുള്ള ഈ ഏരിയ മൊത്തം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഏരിയ മൊത്തം എന്താണ്, നമുക്ക് കിട്ടാത്ത എനർജിയാണ്. കാരണം എന്താ, അത് നമ്മുടെ ഓൾറെഡി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ടാണ്. കാരണം ഡെഡ് സ്റ്റേറ്റിൻ്റെ താഴെയായിട്ട് വരുന്ന. സോ ദിസ് പാർട്ട് ഈസ് അൺഅവൈലബിൾ എനർജി. ആൻഡ് ഇതിൻ്റെ മുകളിലുള്ള ഇത്രയും പാർട്ട് എന്താണ്, ദാറ്റ് ഈസ് അവർ അവൈലബിൾ എനർജി. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡയഗ്രാം കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം ഈ T1 T0ൻ്റെ ഇടയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നത്. സോ ആ T0ക്ക് താഴെ വരുന്ന പിന്നെ ഏരിയ എന്തല്ല, ശരിക്കും അത് ടോട്ടൽ ഹീറ്റ് വരുന്നതാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹീറ്റ് അല്ല, അത് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന ഹീറ്റാണ്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ, ഇതിനെയാണ് നമ്മൾ അവൈലബിൾ എനർജി, ഇതിൻ്റെ ഉള്ളത്തെ ഏരിയനാണ് നമ്മൾ അവൈലബിൾ എനർജി എന്നും ഇതിൻ്റെ ഉള്ളത്തത് അൺഅവൈലബിൾ എനർജി എന്നും പറയും. സോ നമ്മളൊരു ഇൻഫിനിറ്റ്സിമൽ ഏരിയ ആണ് എടുത്തത്. അതിൽ ചെറിയ DQ1 ആഡിങ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഫ്രം X to Y, ഒരു പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് അഡീഷൻ നമുക്ക് കിട്ടും. സോ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. Wmax, ദാറ്റ് ഈസ് മാക്സിമം വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 - T0/T1 into Q1 ആണ് ഫോർ എ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പക്ഷെ നമ്മളിവിടെ ഒരു ചെറിയ ഏരിയ മാത്രമാണ് എടുക്കുന്നത്, ഒരു ഫൈനൈറ്റ് ഏരിയ മാത്രമാണ് എടുക്കുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ dWmax, ടോട്ടൽ വർക്കിൻ്റെ ഒരു പാർട്ട് മാത്രം, dWmax, ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 into 1 ഈസ് Q1 ഇറ്റ്സെൽഫ്. പക്ഷേ ഇവിടെ DQ1 എടുക്കണം. കാരണം എന്താ, ഒരു ചെറിയ ഹീറ്റ് അഡീഷൻ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇൻഫിനിറ്റ്സിമൽ ഏരിയ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുന്നത്. ദാറ്റ് ഈസ് ആൻഡ് മൈനസ് T0/T1. അഗെയിൻ ഇവിടെ Q1 വരും, ദാറ്റ് ഈസ് DQ1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെറിയ വർക്ക്, മാക്സിമം വർക്ക് ഇൻ ദിസ് സെക്ഷൻ. അപ്പോൾ ത്രൂ ഔട്ട് X to Y ആണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം X to Y. ഓക്കെ, സോ X to Y ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ത്, ഈ dWmax ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സേ X to Y X to Y, it is not 2, X to Y DQ1 minus X to Y T0/T1 into DQ1. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കുക, dWmax ആണ്, അത് നമ്മൾ ത്രൂ ഔട്ട് XY ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ആണ്. അതിന് Wmax ആണ് എനിക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു DQ1, ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഹീറ്റ് അഡീഷൻ ആണ് DQ. അപ്പോൾ ത്രൂ ഔട്ട് XY ആണെങ്കിൽ ടോട്ടൽ Q ആണ് എനിക്ക് കിട്ടുക അല്ലേ. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് DQ1 നട്ടത്. സോ ടോട്ടൽ Q1 എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് എഴുതാം. മൈനസ് ഓഫ്, ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് T0 എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറാണ്, അതിൽ കാര്യമായ മാറ്റം വരില്ല. സോ ദാറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ഓഫ് X to Y. പിന്നെന്താ നമുക്ക് വരുന്നത്, DQ1/T1 അല്ലേ. എന്താണ് DQ/T എന്ന് പറഞ്ഞാൽ എന്താ, DQ/T എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പി ട്രാൻസ്ഫർ അല്ലേ. ദാറ്റ് ഈസ് ΔS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റിവേഴ്സിബിൾ കേസ് ആകുമ്പോൾ. സോ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് Wmax is equal to Q1 minus T0 into
ഇതെന്താണ് നമ്മുടെ എൻട്രോപ്പിയാണ് അല്ലേ, എൻട്രോപ്പി ചേഞ്ച് ആണ്. ഐ ക്യാൻ സേ ദാറ്റ് ഇസ് എസ് ഫ്രം എക്സ് ടു വൈ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് W max is equal to Q1 minus T0 into Sy minus Sx. This is also the ഒരു സൈക്ലിക് പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എൻട്രോപ്പിയുടെ ബേസിസിൽ നമുക്ക് സൈക്ലിക് പ്രോസസ്സിൻ്റെ അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ Q1 മൈനസ് T0 ഇൻറ്റു Sy മൈനസ് എക്സ് എന്ന് പറയും. Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് വിച്ച് ഈസ് ബീങ് ടേക്കൺ ഫ്രം ദി സോഴ്സ്, T0 ഈസ് ദി ഡെഡ് സ്റ്റേറ്റ് ടെമ്പറേച്ചർ, Sy ആൻഡ് Sx എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്സുകളുടെ എൻട്രോപ്പി ചേഞ്ച് എന്ന് വേണമെങ്കിൽ ഡെൽറ്റ എസ് ആണ് ആ പറയുന്ന ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതാണ് എന്ത് നമ്മുടെ മാക്സിമം വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഇനി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ നമുക്കിപ്പോൾ ഒരു Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് വരുന്നു, അത് എഞ്ചിനിൽ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് കിട്ടുന്നു, മാക്സിമം വർക്ക്. പിന്നെ ഹീറ്റ് ഡെസിപ്പേഷൻ Q2 ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടെ സൈഡായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണ്. Q1 എനിക്ക് അവൈലബിൾ എനർജി ആയിട്ടും കിട്ടുന്നു, അൺഅവൈലബിൾ എനർജി ആയിട്ട് ബാക്കി പോകുന്നു. സോ Q1 ക്യാൻ ബി റിട്ടേൺ ആസ് അവൈലബിൾ എനർജി പ്ലസ് അൺഅവൈലബിൾ എനർജി. അങ്ങനെ എനിക്ക് എഴുതിക്കൂടെ. Q1 അത് വരുന്ന ടോട്ടൽ ഹീറ്റിലെ ഒരു മേജർ പോർഷൻ അവൈലബിൾ എനർജി ആയി കിട്ടുന്നു, ബാക്കിയുള്ള പോർഷൻ അൺഅവൈലബിൾ എനർജി ആയിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം, ഐ ക്യാൻ സേ ദാറ്റ് അവൈലബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Q1 മൈനസ് അൺഅവൈലബിൾ എനർജി. എനിക്ക് എഴുതിക്കൂടെ, എനിക്കത് എഴുതാം. ഈ അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം വർക്കാണ്. അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം വർക്കാണ്. Q1 എന്ന് പറഞ്ഞ ടേം ഇവിടെയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ മൈനസ് ഓഫ് അൺഅവൈലബിൾ എനർജി മൈനസ് ഓഫ് T0 ഇൻറ്റു Sy മൈനസ് Sx. സോ അതിനർത്ഥം അൺഅവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ ആണ് എന്ത്, T0 ഇൻറ്റു S ഓഫ് Y മൈനസ് S ഓഫ് X. സോ അവൈലബിൾ അല്ലാത്ത എനർജി ഏതാണ്, T0 ഇൻറ്റു Sy മൈനസ് Sx. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, T0 ഇൻറ്റു Sy, വൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S ആണ് Sy. ഓക്കെ, ഇവിടെ Sxും. അപ്പോൾ Sy മൈനസ് Sx, അപ്പോൾ എനിക്ക് ഈ ലൈന് കിട്ടും, ഇൻറ്റു T0 ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ ഏരിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്, അൺഅവൈലബിൾ എനർജി. അതാണ് എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഈ രണ്ട് ഇക്വേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഅവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് അവൈലബിൾ എനർജിയുടെ അല്ലെങ്കിൽ അവൈലബിലിറ്റിയുടെ ഇക്വേഷൻ ഫോർ എ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും സൈക്ലിക് പ്രോസസ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഫൈനൈറ്റ് പ്രോസസ്സും കൂടെ നിങ്ങൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും, എന്നാലൊരു കംപ്ലീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് അവൈലബിൾ എനർജി ഇക്വേഷൻ ഡെറിവേഷൻ ഫോർ എ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അവൈലബിൾ എനർജി ഇക്വേഷൻ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ക്ലോസ് ആയ സിസ്റ്റം. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദി അവൈലബിലിറ്റി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള അവൈലബിൾ എനർജി എന്താണ്, എത്രയാണ്, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ഒരു ക്ലോസ്ഡ് സിസ്റ്റം അസ്യൂം ചെയ്യുക. ലെറ്റ് ദിസ് ബി എ ക്ലോസ്ഡ് സിസ്റ്റം. വൺസ് മോർ, ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, സോ ക്ലോസ്ഡ് സിസ്റ്റം സേ ലെറ്റ് ദ ടെമ്പറേച്ചർ ബി T ആൻഡ് ലെറ്റ് ദ ഇനീഷ്യൽ വോളിയം ബി V1 എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം ഹീറ്റ് ഇൻ്ററാക്ഷൻ ചെയ്യുന്നുണ്ട് സറൗണ്ടിങ്സുമായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് 1-ൽ നിന്ന് അത് സ്റ്റേറ്റ് 2-ലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല എന്തും കൂടെ ഉണ്ട് അതിൽ, ഒരു ഹീറ്റ് ഇൻ്ററാക്ഷൻ വിത്ത് ദ സറൗണ്ടിങ്സ്. അപ്പോൾ ഇതാണ് സറൗണ്ടിങ്സ് എങ്കിൽ സറൗണ്ടിങ്സുമായിട്ടൊരു ഹീറ്റ് ഇൻ്ററാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം നടക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഡെഡ് സ്റ്റേറ്റ് T0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഈ സിസ്റ്റം വലിച്ചെടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി സേ T0 എന്നായതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി Q0 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എന്തുണ്ട്, ഈ ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് അഥവാ എൻവയൺമെൻറ്റൽ കണ്ടീഷനിൽ നിന്ന് അത് സിസ്റ്റം വലിച്ചെടുക്കുന്നു.
അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ലെറ്റ് us say the heat is being supplied എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് ഇവിടെ തൽക്കാലം we can assume that the temperature at the dead state is greater than the temperature of the system. അപ്പോൾ എന്താ, നാച്ചുറലി നമുക്ക് പറയാം ഹീറ്റ് ഇൻട്രാക്ഷൻ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പോകുന്നു എന്ന് നോർമൽ രീതിയിൽ നമുക്ക് ഹീറ്റ് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് പറയാം. മാത്രമല്ല ഇങ്ങനെ ഈ ഹീറ്റ് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തും കൂടിയാണ്, അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് അല്ലേ. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഒരിക്കലും നമുക്ക് തിരിച്ചങ്ങോട്ട് അതേപോലെ കൊടുക്കാൻ കഴിയില്ല. കാരണം ഹീറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡ് എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫറിനെ റിവേഴ്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ അതേപോലെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ കഴിയാൻ വേണ്ടിയിട്ട്, അതൊരു റിവേഴ്സിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫർ നടക്കുന്നത് ത്രൂ എ റിവേഴ്സിബിൾ എഞ്ചിൻ അല്ലെ കാർനോട്ട് എഞ്ചിൻ വഴിയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യും. സോ ഞാൻ ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഞാൻ ഇടയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇടയിൽ ഞാനൊരു കാർനോട്ട് എഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഐ ആം ഇൻട്രൊഡ്യൂസിങ് എ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, സോ ഞാനൊരു കാർനോട്ട് എഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കാർനോട്ട് എഞ്ചിനിലേക്ക് ഹീറ്റ് വരുന്നത് Q0 ആണ്. ആ കാർനോട്ട് എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർക്ക് ഔട്ട്പുട്ട് നമുക്ക് തരും. പിന്നെ ബാക്കിയുള്ള വർക്ക് ഔട്ട്പുട്ട് WC കംപ്രസർ വർക്ക് എന്ന് പറയാം. പിന്നെ ഒരു ബാക്കി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W. അപ്പോൾ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുമ്പോൾ ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് U2 മൈനസ് U1 പ്ലസ് W. Or I can say that W is equal to I could say Q plus U1 minus U2. അങ്ങനെ എനിക്ക് എഴുതി കൂടെ. അതായത് ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ഓഫ് U2 മൈനസ് U1, ദാറ്റ് ഈസ് U1 മൈനസ് U2 പ്ലസ് Q. സോ ഇതാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൺ, അതായത് ഈ സിസ്റ്റം വർക്ക് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരികയാണ്. ഹീറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യും അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന വോളിയത്തിനെക്കാട്ടിലും, അതിപ്പോൾ ഒരു സർക്കുലാർ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ എക്സ്പാൻഷൻ അതുപോലെ തന്നെ പുറത്തേക്ക് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ആൻഡ് ദ വോളിയം വിൽ ബിക്കം V2 എന്നുള്ള വോളിയം ആയിട്ട് എന്ത് ചെയ്യും, മാറും. സോ നമുക്ക് ഇപ്പോൾ ഈ കേസിൽ എനിക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ക്യാൻ സേ ദാറ്റ് W is equal to Q1 plus U1 minus U2 എന്നുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു വർക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രൊഡ്യൂസ്ഡ്, ഒരു വർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വർക്കാണ് Q പ്ലസ് U1 മൈനസ് U2. ഇപ്പം നമുക്ക് ഈ സിസ്റ്റം നോക്കിയാൽ കാണാം, ഒരു കാർനോട്ട് എഞ്ചിൻ ഉണ്ട്. ആ കാർനോട്ട് എഞ്ചിൻ ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. Q എമൗണ്ട് ഓഫ് ഹീറ്റ് കാർനോട്ട് എഞ്ചിനിലേക്ക് ഡെലിവേർഡ് ചെയ്യുന്നു. ആ കാർനോട്ട് എഞ്ചിനിൽ നിന്ന് ഒരു വർക്ക് ഔട്ട്പുട്ട് കംപ്രസർ വർക്ക് നമുക്ക് കിട്ടുന്നു. അതിന് പുറമെ ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഈ സിസ്റ്റം എന്താവുന്നു, ഹീറ്റ് കൊടുക്കുന്നത് വഴി അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ഹെൻസ് എ വർക്ക് ഈസ് ബീങ് ഡൺ ബൈ ദാറ്റ് സിസ്റ്റം. ആൻഡ് അതിൻ്റെ പുതിയ വോളിയം V1 നിന്ന് വോളിയം V2 എന്നുള്ള രീതിയിലേക്ക് മാറി. സോ നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വർക്ക് എന്താണോ, ആക്ച്വൽ വർക്കിൽ നിന്ന് സറൗണ്ടിങ്ങിൻ്റെ വർക്ക് കുറക്കുന്നതാണ് മാക്സിമം വർക്ക്. സറൗണ്ടിങ് വർക്ക് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആക്ച്വൽ വർക്കിൽ നിന്ന് സറൗണ്ടിങ് വർക്കാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. സോ ഇവിടുത്തെ ആക്ച്വൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് വഴി ഒരു വർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല എഞ്ചിനൊരു വർക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ W എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്, WC എഞ്ചിൻ്റെ വർക്ക് കംപ്രസർ വർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് കാണിച്ചത്. ദാറ്റ്സ് വൈ WC എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ടു W1 ആൻഡ് W2.
ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദാറ്റ്. ആൻഡ് WS, അതായത് സറൗണ്ടിങ്സിലേക്ക് ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ സറൗണ്ടിങ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്ക് നമ്മൾ എക്സ്പെൻസ് ചെയ്ത് പോകും. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി P0 into V2 minus V1, where P0 is the atmosphere പ്രഷറാണ്, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൻ്റെ പ്രഷറാണ്, എൻവയൺമെൻറ്റിൻ്റെ പ്രഷറാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. W max ഈസ് ഈക്വൽ ടു W plus WC, അതായത് ടോട്ടൽ വർക്ക് ഡൺ, അതിൽ നിന്ന് സറൗണ്ടിങ്സിൻ്റെ വർക്ക് ഡൺ എന്ത് ചെയ്യുന്നു, ഞാൻ മൈനസ് ചെയ്യുന്നു. ഇനി ഈ ഇക്വേഷനിൽ ആണ് ഞാൻ എന്ത് ചെയ്തത്, ഓരോ WC P0 V2 മൈനസ് V1 ഇതിൻ്റെ ഓരോ ടേംസ്, അതായത് ഹീറ്റ് ഇൻട്രാക്ഷൻ ടേംസും ടെമ്പറേച്ചറിൻ്റെ ബേസിസിലും ഞാൻ എന്ത് ചെയ്യുന്നു, ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഫ്രം ദിസ് ഇക്വേഷൻ ഈ WC എനിക്ക് എങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് ഡൗൺ WC ഈസ് ഈക്വൽ ടു, WC എന്ന് പറഞ്ഞാൽ Q0 മൈനസ് Q ആണ് അല്ലേ. ഈ Q0 എന്ന് പറഞ്ഞാൽ WC പ്ലസ് Q ആണ്, Q ആണ്, ആൻഡ് നോട്ട് Q1, സോറി Q ആണ്. ആൻഡ് ഫ്രം ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് WC എന്ന് പറഞ്ഞാൽ Q0യിൽ നിന്ന് Q പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്ത്, ഈ WC എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, WCയുടെ അവിടെ വേണമെങ്കിൽ ആ ടേം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, അപ്പോൾ ഓരോ കണ്ടീഷൻസ് ഞാനിവിടെ താഴെ എഴുതാം. സോ നമുക്കിപ്പോൾ കിട്ടി WC ഈസ് ഈക്വൽ ടു Q0 മൈനസ് Q എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് T0 Q0 കാർനോട്ട് എഞ്ചിനാണ്, Q and T. So we have another equation that is Q0 by T0 is equal to Q by T. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇങ്ങനെ ഒരു കാർനോട്ട്സ് തിയറം പഠിക്കുന്ന നേരത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു റിലേഷൻ്റെ പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ആ വീഡിയോയിൽ. സോ Q0 by T0 is equal to Q by T. Q by T എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എൻട്രോപ്പിയുടെ ചേഞ്ച് ആണ്, ഡെൽറ്റ എസ്, ദാറ്റ് ഈസ് S2 മൈനസ് S1 ആണ്. സോ ദാറ്റ് ഈസ് ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ സേ ദാറ്റ് Q0 എന്താണെന്നുള്ളത് എനിക്ക് എഴുതാം അല്ലേ. Q0 is equal to, I can write down that as Q0 is equal to T0 by T into Q. എഴുതിക്കൂടെ, എനിക്ക് Q0 by T0 is equal to Q by T കിട്ടി. അപ്പോൾ ഈ Q0 ഞാൻ Qൻ്റെ ടേംസിലേക്ക് എഴുതുന്നു. സോ ഐ വിൽ ഗെറ്റ് T0 by T into Q അല്ലേ. എന്തിനാന്ന് വെച്ചാൽ ഈ Q0 ഈസ് ഈക്വൽ ടു T0 by T into Q എന്നുള്ള ടേമിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ആസ് സച്ച് ആ ടേമിനെ എനിക്ക് WCയുടെ ഇവിടുത്തെ ടേമിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാൻ മെയിൻ ഇക്വേഷൻ ഓരോന്ന് എഴുതാം, സോ ദാറ്റ് ഒരു ഡൗട്ടുകൾ നിങ്ങൾക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട്, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. എനിക്കറിയാം മൈ മാക്സിമം വർക്ക് ഈസ് actual work done, that is W plus WC minus surrounding work done, that is P0 into V2 minus V1. ഓക്കെ, ഇപ്പം നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് U1 മൈനസ് U2 പ്ലസ് Q അല്ലേ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഈ ഡബ്ല്യൂടെ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷനുള്ള സാധനം എൻ്റെ അടുത്ത് ആയിക്കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് WC. I said that WC is Q0 minus Q എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ Q0ക്ക് പകരം Qയുടെ ടേംസിൽ എഴുതുമ്പോൾ we have said that T0 by T into Q minus Q is WC അല്ലേ. അപ്പോൾ എനിക്ക് WCയുടെ ടേംസിൽ എന്ത് ചെയ്യാം, എനിക്ക് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് W WCൻ്റെ ടേമിന് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ I will get the final equation. So that is equal to W എന്ന് പറഞ്ഞാൽ U1 minus U2. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇക്വേഷൻസ് എഴുതണം. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം, എന്നാലേ നിങ്ങൾക്ക് ഡെറിവേഷൻ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. പ്ലസ് എന്തുണ്ട്, Q ഉണ്ട്. ഓക്കെ നൗ പ്ലസ് WC എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാറ്റ് ഈസ് T0 by T into Q മൈനസ് ഓഫ് Q. റെഡി ആണല്ലോ. അപ്പോൾ ഇത്രയും ടേമാണ് W, ഇത്രയും ടേമാണ്
ഡബ്ല്യു സി. ഇനി എന്ത് ടേമും കൂടെ ബാക്കിയുണ്ട്? ഐ എം ഇറേസിങ് ദിസ് ഓഫ്. ഇനി എന്ത് ടേമും കൂടെ ബാക്കിയുണ്ട്? നമുക്ക് മൈനസ് ഓഫ് P0 ഇൻറ്റു V2 മൈനസ് V1 എന്ന് പറയുന്ന ടേമും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇനിയും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡബ്ല്യു മാക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം വർക്ക് ഡൺ. ഇത് ഏതിനാണ് നമ്മൾ ചെയ്യുന്നത്? ക്ലോസ്ഡ് സൈക്കിളിലാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. സോ ഡബ്ല്യു മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തുണ്ട്? U1 മൈനസ് U2. അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട് അല്ലേ? ദെൻ ഐ ഹാവ് പ്ലസ് Q ആൻഡ് മൈനസ് Q. അപ്പോൾ എന്ത് ചെയ്യും? ദീസ് ഗെറ്റ് ക്യാൻസൽഡ്. പ്ലസ് Q ആൻഡ് മൈനസ് Q. സോ ഐ ഹാവ് പ്ലസ് ഇതെന്താ? T0 അവിടെ തന്നെ ഇതാ. വാട്ട് ഈസ് Q ബൈ ടി? Q ബൈ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ? ഐ മീൻ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ്, അഥവാ ഐ ക്യാൻ സേ S2 മൈനസ് S1 ബിക്കോസ് Q ബൈ ടി ഈസ് ഡെൽറ്റ എസ് മൈനസ് P0 ഇൻറ്റു V2 മൈനസ് V1. This is the availability equation for a closed cycle. This is very important. ഇതിൻ്റെ ഡെറിവേഷൻ എക്സാമിന് ഇതുവരെ ചോദിച്ചത് കണ്ടിട്ടില്ല, പക്ഷെ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രാവശ്യങ്ങളിൽ ചിലപ്പോൾ ക്ലോസ് സിസ്റ്റം ചോദിച്ചേക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേഷനും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ വരച്ച ഡയഗ്രം നിങ്ങളുടെ മനസ്സിൽ വേണം. ഡബ്ല്യു മാക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ മൈനസ് സറൗണ്ടിങ് വർക്കാണ്. ഓരോ ഡബ്ല്യൂടെ ഇപ്പോൾ ഈ ഡബ്ല്യൂടെ ടേം നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരമാണ്. ഇത് കംപ്രസർ വർക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം Q0 മൈനസ് Q എന്നുള്ളത് നെറ്റ് വർക്ക് നമുക്ക് കിട്ടും. അതിനെ നേരെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ വിച്ച് ഈസ് ദി അവൈലബിലിറ്റി ഓർ എക്സർജി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു സിസ്റ്റം ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വർക്ക് ഡണിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ സി നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ചെയ്തിരുന്നു T0 ഈസ് ഗ്രേറ്റർ ദാൻ T, അതായത് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടിലും പുറത്ത് സറൗണ്ടിങ്ങിൽ ടെമ്പറേച്ചർ ഉണ്ട് എന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് തിരിച്ചും എടുത്ത് ചെയ്യാം. എങ്ങനെ? സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ആണ് കൂടുതൽ റാദർ ദാൻ ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെയും നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആകെ ഡിഫറൻസ് വരിക കുറച്ച് സൈൻ കൺവെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. സോ ഫൈനലി നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുക എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. ദർ ഈസ് നോ ചേഞ്ച്. സോ ഐദർ യു ക്യാൻ കൺസിഡർ T0 ഗ്രേറ്റർ ദാൻ T ഓർ യു ക്യാൻ കൺസിഡർ T0 ലെസ് ദാൻ T. ശരിക്കും നമ്മളൊരു ഡെറിവേഷൻ ചെയ്യുമ്പോൾ രണ്ടും കൂടെ കാണിക്കണം നല്ലതാണ്. കാരണം നമ്മളൊരു കണ്ടീഷനിൽ ചെയ്തു അത് ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനിൽ ചെയ്യുമ്പോൾ അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ട് എന്നുള്ളത് തെളിയിക്കണം. സോ ഞാൻ അതും കൂടെ ഇതിൽ കാണിക്കുന്നില്ല. യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. ഇറ്റ് ഈസ് ദ സെയിം പ്രൊസീജിയർ ആസ് വി ഹാവ് ഡൺ എക്സെപ്റ്റ് ദാറ്റ് ദർ വിൽ ബി സം ചേഞ്ചസ് ഇൻ ദി സൈൻ. ആ സൈൻ കൺവെൻഷനിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. ഫൈനലി യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ, അതായത് ഡബ്ല്യു മാക്സ് ഇക്വൽ ടു DU പ്ലസ് TDS മൈനസ് PdV എന്ന രീതിയിൽ. DU ഇൻ ദ സെൻസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് T0 ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ഇൻ ടു DS ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി മൈനസ് P0 പ്രഷർ ഓഫ് ദി സറൗണ്ടിങ്സ് ഓർ എൻവയൺമെന്റ് DV ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം. ഇതാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ അവൈലബിൾ എനർജി എന്ന് പറയുന്നത്. ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം ഇതിൽ ഞാൻ സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2വിലേക്ക് പോകുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു. ഐ ഹാവ് സെഡ് ദാറ്റ് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 പോകുമ്പോഴാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇതാണ് നോർമലി ഒരു ഇക്വേഷൻ. ഇതാണ് ഒരു സിസ്റ്റം 1ൽ നിന്ന് 2വിലേക്ക് പോകുമ്പോൾ ഇതാണ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം വർക്ക് എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു സിസ്റ്റത്തിൽ എനിക്ക് മാക്സിമം വർക്ക് കിട്ടാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? റിവേഴ്സിബിളിന് പുറമെ അത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം? ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകണം. എന്നാലാണ് എനിക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായിരുന്നു. സോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം വിത്ത് റെഫറൻസ് ടു എ ഡെഡ് സ്റ്റേറ്റ്, ഒരു ഡെഡ് സ്റ്റേറ്റുമായിട്ടുള്ള റെഫറൻസ് ആയിട്ടും കൂടെ നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം.
ഒരു ഡെഡ് സ്റ്റേറ്റുമായി റെഫറൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് 1 എന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ് ഡെഡ് സ്റ്റേറ്റ് 0 എന്നുള്ള കണ്ടീഷനാണ്. 0 എന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസിൻ്റെ ഒപ്പം ലൈക്ക് S0 അല്ലെങ്കിൽ U0 എന്നിടും. അതായത് ഡെഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്ന്. സോ നമുക്ക് ഈ ഇക്വേഷനെ ഡെഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തി എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ സേ W max is equal to, ശ്രദ്ധിക്കുക ഡെഡ് സ്റ്റേറ്റുമായി എഴുതുകയാണ്. അപ്പോൾ W max പറഞ്ഞാൽ ഒന്നെങ്കിൽ മാക്സിമം വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് മാക്സിമം ഈക്വൽ ടു ആയിരിക്കും. അതല്ല ഡെഡ് സ്റ്റേറ്റ് അല്ലാത്ത മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ മാക്സിമം വർക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിൽ അവൈലബിൾ ആയ വർക്കിനെക്കാട്ടിലും കുറവായിരിക്കും എനിക്ക് കിട്ടുക. സിമിലർ ടു നമ്മൾ റിവേഴ്സിബിൾ കണ്ടീഷൻ ഒക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ മാക്സിമം വാല്യൂ ഇത് അല്ലെങ്കിൽ ലെസ് ദാൻ ദാറ്റ് എന്നുള്ള അർത്ഥത്തിൽ. സോ മാക്സിമം വാല്യൂ പോസിബിൾ. ഇപ്പോൾ ഈ ഇക്വേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? U1 മൈനസ് U0, U1 മൈനസ് U0, കാരണം ഡെഡ് സ്റ്റേറ്റിലേക്കാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്, പ്ലസ് then I can say U1 minus U0 എന്ന് എഴുതാം. then I can write down as U1 minus U0 ചെയ്തു പ്ലസ് T0 into S1 sorry S2 I mean sorry S0, കാരണം ഫൈനൽ സ്റ്റേറ്റ് S2 അല്ലേ, S0 മൈനസ് S1 മൈനസ് P0 ഇൻറ്റു V2 മൈനസ് V1 എന്ന് പറയുമ്പോൾ V0 മൈനസ് V1. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ 2 ഉള്ളിടത്തൊക്കെ 0 ആക്കി. ക്ലിയർ. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് W max ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു U1 മൈനസ് U0 എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ 1 എന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഇപ്പോൾ ഓൾറെഡി 1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എല്ലാത്തിലെയും 1 ഞാൻ തൽക്കാലം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് മാറ്റും. ഈ 1ഉം 2ഉം കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമുക്കറിയാം ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് മനസ്സിലായി. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് U മൈനസ് U0 മൈനസ് P0ക്ക് പകരം ഞാൻ പ്ലസ് P0 ആക്കുന്നു. അപ്പോൾ പ്ലസിന് പകരം മൈനസ് ഇങ്ങോട്ട് ഇട്ടാൽ ഐ വിൽ ഗെറ്റ് V മൈനസ് V0. നേരത്തെ V0 മൈനസ് V മൈനസ് V0 ആക്കി. എന്താ വെച്ചാൽ അറേഞ്ച്മെൻറ്റിന് കുറച്ചുകൂടെ എളുപ്പം ഇതാണ്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പ്ലസ് T0ക്ക് പകരം മൈനസ് T0 എന്നാക്കി. സോ ഉള്ളിൽ S മൈനസ് S0 എന്നാക്കി. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ഫൈനൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ഫൈനൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ഫൈനൽ സ്റ്റേറ്റ്, അങ്ങനത്തെ ടേമിൽ ഞാൻ ഇതിനെ ആക്കി. എനിക്കിതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ദാറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് W max ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സേ U മൈനസ് T0S പ്ലസ് P0V പ്ലസ് P0V. ഈ ടേം U എടുത്തു, മൈനസ് T0S എടുത്തു, പ്ലസ് P0V എടുത്തു. ഇനി എന്താ ഉള്ളത്? U മൈനസ് P0 എടുത്തു. ഇനി അടുത്തത് മൈനസ് ഓഫ് U0 ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താ? U0 മൈനസ് T0S0. ഇത് മൈനസ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്താട്ടോ വരിക, കാരണം മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ്. സോ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് T0S0 പ്ലസ് ആയിട്ട് എനിക്ക് കിട്ടും. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എന്താ? പ്ലസ് P0V0 പ്ലസ് P0V0. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എനിക്കിത് കിട്ടും. ഞാൻ എന്ത് ചെയ്തത്? റീഅറേഞ്ച് ചെയ്തത്. ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ ഓരോ ടേമിനെയും ഞാൻ ഒന്നിച്ച് കൊണ്ടുവന്നു. U മൈനസ് T0S പ്ലസ് P0V മൈനസ് എടുത്തു U0 മൈനസ് T0S0 പ്ലസ് P0V0 എനിക്ക് ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലത്തെ രണ്ട് ടേം നിങ്ങൾ നോക്കുക. U മൈനസ് TS പ്ലസ് PV, U മൈനസ് TS പ്ലസ് VV, ഓർ ഐ ക്യാൻ സേ U മൈനസ് T0S പ്ലസ് P0V മൈനസ് U0 മൈനസ് T0S0 പ്ലസ് P0V0.
അത് ഇത്രയും, അതായത് ഇവിടെ എസും വിയും ഇവിടെ എസ് നോട്ടും വി നോട്ടും, അതായത് ഇനീഷ്യൽ കണ്ടീഷൻ എസ് വി ആയിരുന്നു, ഫൈനൽ കണ്ടീഷനായ എസ് നോട്ട് വി നോട്ട് എന്ന് ഡിഫറൻസ് ചെയ്തു. ഇതാണ് നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാം, ഡെഡ് സ്റ്റേറ്റിലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാം. ആൻഡ് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ കാര്യം പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, ദിസ് ടേം ദാറ്റ് ഈസ് യു മൈനസ് T0s plus P0v എന്ന് പറയുന്ന ഇതിനെ പറയുന്ന പേരാണ് availability function. Okay, this term is called as availability function, that is represented as phi. This is called as availability function. Availability function. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. This is known as അവൈലബിലിറ്റി ഫംഗ്ഷൻ. യു മൈനസ് ടി നോട്ട് എസ് പ്ലസ് പി നോട്ട് ബി എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഫംഗ്ഷൻ ആണ്. സോ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഡബ്ല്യു മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിലിറ്റി ഫംഗ്ഷൻ മൈനസ് ഇതും അവൈലബിലിറ്റി ഫംഗ്ഷൻ തന്നെയാണ് അറ്റ് ഡെഡ് സ്റ്റേറ്റ്. സോ 50. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ടേം ആണ് യു മൈനസ് T0s പ്ലസ് പി നോട്ട് വി എന്ന് പറയുന്ന ടേം ആണ് അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് മൈനസ് അനദർ അവൈലബിലിറ്റി ഫംഗ്ഷൻ. ഈ അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്താണ്? ഡെഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള അവൈലബിലിറ്റി ഫംഗ്ഷൻ ആണ്. സോ ഐ ക്യാൻ സേ 5 മൈനസ് 50, ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി അവൈലബിലിറ്റി ഫംഗ്ഷൻ തന്നെയാണ് എന്ത്, അവൈലബിൾ എനർജി എന്നും വേണമെങ്കിൽ എനിക്ക് പറയാം. ഇതിന് നമ്മൾ പറയുന്നത് അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്നാണ്. ഈ അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഒരു എന്താ പറയുക, ഒരു കോമ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എസ് വി മാത്രമല്ല യു ഉണ്ട്. ഓക്കെ, ഈ യു എസ് ആൻഡ് വി എന്ന് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം അറ്റ് സം സോർട്ട് ഓഫ് ഇക്വിലിബ്രിയം. അതേപോലെ T0 P0 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇക്വിലിബ്രിയം വിത്ത് ദാറ്റ് ഓഫ് സറൗണ്ടിങ്സ് ആണ്. ക്ലിയർ? സോ ഈ അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോപ്പർട്ടി ഓഫ് ബോത്ത് സിസ്റ്റം ആസ് വെൽ ആസ് ദ സറൗണ്ടിങ്. അപ്പോൾ എനിക്ക് കോമ്പോസിറ്റ്, അപ്പോൾ ഡെഡ് സ്റ്റേറ്റിൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ 1ൽ നിന്ന് 0യിലേക്ക് പോവുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദി അവൈലബിൾ എനർജി, അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2യിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി അവൈലബിലിറ്റി ഫംഗ്ഷൻ അറ്റ് 1 ആൻഡ് 2 എന്നും എന്ത് ചെയ്യാം, ഒരാൾക്ക് ഇതിൻ്റെ ബേസിൽ പറയാൻ പറ്റും. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ വരുമ്പോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത്. ദാറ്റ് ഈസ് ഡബ്ല്യു മാക്സ് ഇസ് ഈക്വൽ ടു U1 മൈനസ് U2 പ്ലസ് T0 ഇൻറ്റു S2 മൈനസ് S1 മൈനസ് P0 V2 മൈനസ് V1. അത് നമ്മൾ ഡെഡ് സ്റ്റേറ്റുമായി കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് 2 ഒക്കെ നമ്മൾ 0 എന്നുള്ള സബ്സ്ക്രിപ്റ്റ് ഇടുക. കാരണം ഇറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്സ്. 1 ഉള്ള ടേമിനൊക്കെ നമ്മളത് 1 ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ 1 എന്ന് എഴുതിയാലും പ്രശ്നമല്ല. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇതാകുമ്പോൾ ആ കൺഫ്യൂഷൻസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്, അവൈലബിലിറ്റി ഫംഗ്ഷൻ ഈ ഒരു ടേമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന 5 എന്നുള്ള ടേമാണ്. അതിന് പറയുന്ന പേരാണ് അവൈലബിലിറ്റി ഫംഗ്ഷൻ. സോ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു അവൈലബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റിലെ ചേഞ്ചിനനുസരിച്ചുള്ള അവൈലബിലിറ്റി ഫംഗ്ഷൻ്റെ ചേഞ്ച് ആണ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതാണ് അവൈലബിലിറ്റി ഫംഗ്ഷൻ ഫോർ എ ക്ലോസ് സിസ്റ്റം, ഓർ അവൈലബിൾ എനർജി ഫോർ എ ക്ലോസ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ആണ് വിച്ച് വി ഹാവ് ഫൗണ്ട് ദാറ്റ് ഡബ്ല്യു മാക്സ് ഇസ് ഈക്വൽ ടു U1 മൈനസ് U2 പ്ലസ് T0 ഇൻറ്റു S2 മൈനസ് S1 മൈനസ് ഓഫ് P0 ഇൻറ്റു V2 മൈനസ് V1. So next we are going to see availability or available energy in an open system. Or specifically speaking, steady flow. Okay, ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിലുള്ള അവൈലബിൾ എനർജി അല്ലെങ്കിൽ ഒരു ഓപ്പൺ സിസ്റ്റത്തിലുള്ള അവൈലബിൾ എനർജി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോർഷൻ, ഈ ഒരു ഡെറിവേഷൻ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഓപ്പൺ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോയിലെ അവൈലബിൾ എനർജിയുടെ ഡെറിവേഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഓപ്പൺ സിസ്റ്റവും നോക്കുക, മാത്രമല്ല ക്ലോസ് സിസ്റ്റവും നോക്കുക, സൈക്കിളും നോക്കുക, റിവേഴ്സിബിളിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ ഇതന്നെ വീണ്ടും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി മറ്റൊന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് യൂണിവേഴ്സിറ്റിക്ക് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അവൈലബിൾ എനർജി ഇൻ ഓപ്പൺ സിസ്റ്റം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ പ്രൊസീജിയർ തന്നെ, സിമിലർ തന്നെ. നമ്മളിവിടെ ഒരു ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. സേ ദിസ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. നേരത്തെ നമ്മൾ ചെയ്ത ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സിസ്റ്റം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, മാസ് ഫ്ലോ ഇൻ ഉണ്ടാവും, അതേപോലെ ഒരു മാസ് ഫ്ലോ പുറത്തേക്ക് ഉണ്ടാവും. ലെറ്റ് ദിസ് സ്റ്റേറ്റ് ബി 1 ആൻഡ് ദിസ് സ്റ്റേറ്റ് ബി 2. സോ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഹീറ്റ് വലിച്ചെടുക്കുന്നുണ്ട്. സ്റ്റഡി ഫ്ലോ ആണ്, നമ്മൾ പഠിച്ചിരുന്നു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിലൊക്കെ നമ്മൾ ഹീറ്റ് ഇൻപുട്ട് വരുന്നു, വർക്ക് ഔട്ട്പുട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടേക്ക് ഹീറ്റ് വരുന്നത് നമ്മൾ റിവേഴ്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കാർനോട്ട് എൻജിൻ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ദർ ഇസ് എ കാർനോട്ട് എൻജിൻ ആൻഡ് അത് ഒരു സറൗണ്ടിങ്സ് ഡെഡ് സ്റ്റേറ്റ് ആയിട്ട് T0 നിന്ന് I am erasing it off so that it will be clear to you. ഒരു T0 എന്ന് പറയുന്നത് സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഹീറ്റ് Q0 എടുക്കുന്നു ആൻഡ് ഇറ്റ് ഡെലിവേഴ്സ് എ വർക്ക് ഔട്ട്പുട്ട് ലെറ്റ്സ് എ WC ഇറ്റ്സെൽഫ് ആൻഡ് ഒരു Q എമൗണ്ട് ഹീറ്റ് ഇതിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം അസ്യൂം ചെയ്യുന്നതിനെ വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ റിവേഴ്സിബിൾ ആണെന്ന് തെളിയിക്കാം. കാരണം അങ്ങനെ ആകുമ്പോഴാണ് മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നൊരു അസംഷനിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ എഴുതാം. ഇവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ U1 + P1 P/ρg അങ്ങനെയൊക്കെയുള്ള ടേംസിൽ മറ്റേ എൻതാൽപ്പിയുടെ ടേം അതിലുണ്ടാവും, മറിച്ച് എന്തുണ്ടാവില്ല, കൈനറ്റിക് എനർജിയുടെ mv²/2യുടെയും അതേപോലെ mgh-ൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടാവില്ല. സോ ഇൻ ഷോർട്ട് U + PV എന്നുള്ളതാണ് എൻതാൽപ്പി H. ഞാൻ ഇങ്ങനെ H-നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ H1 + Q ഈസ് ഈക്വൽ ടു H2 + W എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ആൻഡ് ഐ ക്യാൻ സേ ഫ്രം ദിസ് ഇക്വേഷൻ ദാറ്റ് W is equal to H1 minus H2 plus Q. W is equal to H1 minus H2 plus Q. ഇതൊരു ഇക്വേഷൻ ആണ്. This is from the steady flow energy equation. Here we are neglecting kinetic energy and potential energy. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്താം, ഐ ക്യാൻ സേ ദാറ്റ് WC എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഹീറ്റ് Q ആണ്, അതിന് WC ആയിട്ട് മാറുന്നു, പിന്നെ ബാക്കിയുള്ള ഹീറ്റ് പുറത്ത് റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റാണ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. സോ WC ക്യാൻ ബി റിട്ടൺ ആസ് Q0 നിന്ന് ഈ Q കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് WC. സോ Q0 മൈനസ് Q ഈസ് WC. ഇതാണ് എൻ്റെ അടുത്തുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ഫൈൻഡ് ദി മാക്സിമം വർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന മാക്സിമം വർക്ക്, അതാണ് അവൈലബിൾ എനർജി എന്ന് പറയുന്നത്, അല്ലേ? സോ മൈ മാക്സിമം വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഏതൊക്കെ വർക്ക് ഉണ്ട്? ഇവിടെ W വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് എന്തുണ്ട്, WC വർക്ക് ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് WC ഈസ് അനദർ വർക്ക് ഡൺ. സോ ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ, അല്ലേ? ഇവിടെ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സറൗണ്ടിങ് ഇല്ല. ആ സറൗണ്ടിങ്സിലേക്ക് പോകുന്ന വർക്ക് വരിക ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും. ആ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ തന്നെ ഒരു ബൗണ്ടറി മൂവബിളും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സുമായിട്ടുള്ള വർക്കൊന്നും കുറക്കാനില്ല. അപ്പോൾ ഇവിടെ Wയും WCയും എനിക്കുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു റിലേഷനും കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ Q0/T0 is equal to Q by, let the temperature of the system be T. So it is Q/T, അല്ലേ? സോ അതിൽ നിന്ന് എനിക്ക് Q0 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താം, ഐ ക്യാൻ സേ Q/T into T0, അല്ലേ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ WCക്ക് പുതിയൊരു ഇക്വേഷനായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അവൈലബിൾ എനർജി എന്ന് പറയുന്ന ഈ ഇക്വേഷന് ഞാൻ മുകളിലത്തെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Wന് പകരം എനിക്ക് എന്ത് ചെയ്താം, H1 - H2
H1 മൈനസ് H2 പ്ലസ് Q, അതാണ് ഡബ്ല്യുക്ക് പകരം എഴുതിയത്, പ്ലസ് WC എന്ന് പറഞ്ഞാൽ Q0 മൈനസ് Q1. Q0 എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ സേ Q/T ഇൻറ്റു T0. സോ ഐ എം റൈറ്റിംഗ് Q/T ഇൻറ്റു T0 ഇൻസ്റ്റെഡ് ഓഫ് Q0 മൈനസ് Q. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? H1 മൈനസ് H2 അങ്ങനെ തന്നെ ഉണ്ട്, സോറി ഫോർ ദാറ്റ് ഷേക്കിംഗ്. H1 മൈനസ് H2 അതിലുണ്ട്, ഈ മൈനസ് ക്യൂവും അതേപോലെ പ്ലസ് ക്യൂവും ഇവിടെ പോവും. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ആസ് H1 മൈനസ് H2 പ്ലസ് T0 ഇൻറ്റു Q/T എന്ന് പറഞ്ഞാൽ എന്താണ്? Q/T എന്ന് പറയുന്നത് എനിക്ക് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയാം. ഐ ക്യാൻ സേ ദാറ്റ് ഈസ് S2 മൈനസ് S1 എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. സോ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: H1 മൈനസ് H2 മൈനസ് T0 ഇൻറ്റു S1 മൈനസ് S2. ദിസ് ഈസ് ദി അവൈലബിൾ എനർജി ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം, ദാറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ അല്ലേ. എനിക്കിതിനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ H1 1 ആൻഡ് 2 ടേംസിനെ ഒന്നിച്ചാക്കുക. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് H1 മൈനസ് T0 S1 മൈനസ് ഓഫ് H2 മൈനസ് T0 S2 എന്ന് എനിക്ക് എഴുതാം. ദിസ് ഈസ് ദി മാക്സിമം വർക്ക് ഡൺ ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം ഓർ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് കോൾഡ് B1 മൈനസ് B2 എന്ന് എഴുതാം. വേർ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് H മൈനസ് T0S. H മൈനസ് T0S ആണ് B എന്ന് പറയുന്നത്. അപ്പോൾ B1 ആണെങ്കിൽ H1 മൈനസ് T0 S1, B2 ആണെങ്കിൽ H2 മൈനസ് T0 S1. സോ B എന്ന് പറഞ്ഞാൽ H മൈനസ് T0 S ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് Kinan function. ദിസ് ഈസ് നോൺ ആസ് Kinan function. നേരത്തെ നമ്മൾ phi എന്ന് പറഞ്ഞിട്ട് അവൈലബിലിറ്റി ഫംഗ്ഷൻ എന്താന്ന് പറയുന്നു. ഫോർ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ ഇറ്റ് ഈസ് Kinan function, that is B is equal to H minus T0S എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. സോ ആ ഒരു കാര്യം കൂടെ, ഈ ഒരു ടേമും കൂടെ നിങ്ങൾ പഠിക്കുക. ഈ Kinan ഫംഗ്ഷൻ്റെ അതിൻ്റെ ഫിസിക്കൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടി പഠിക്കണ്ട. താല്പര്യമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ റെഫർ ചെയ്യാം. സോ ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെങ്കിൽ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് അവൈലബിൾ എനർജി ഫോർ എ ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്നും കൂടെ നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ആ പ്ലസ് ആ ടേം ഇവിടെയും ഇവിടെയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ H1 എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി. H1 എന്ന് പറഞ്ഞാൽ H ഈസ് ഈക്വൽ ടു U പ്ലസ് PV, ഇന്റേണൽ എനർജി പ്ലസ് PV പ്രൊഡക്റ്റ് ആണ്, പ്രഷർ വോളിയം പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് കൈനറ്റിക് എനർജി വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ഹാഫ് ഓഫ് mv1 സ്ക്വയർ, അതാണ് കൈനറ്റിക് എനർജി. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgz1, അതായത് എലിവേഷൻ 1ലാണെങ്കിൽ mgz1 എന്ന് പറയും. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഫസ്റ്റ് ടേമിൽ നമ്മൾ ഇട്ടു മൈനസ് T0S1, അത് അവിടെ തന്നെ ഉണ്ട്, മൈനസ് T0S1. സോ ഫസ്റ്റത്തെ ടേം നമ്മളടുത്ത് ആയി അല്ലേ? ഫസ്റ്റത്തെ ടേമിലേക്ക് നമ്മൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇട്ടു. ഇനി അടുത്തെന്താ? മൈനസ് ഓഫ് H2 നമ്മൾ ഇവിടുത്തെ H2 അതേപോലെ ഇട്ടു. പിന്നെ ഇതേ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഹാഫ് ഓഫ് mv2 സ്ക്വയർ, സെക്കൻഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ 2 ആയി, പ്ലസ് mgz2 മൈനസ് T0S2 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും കൂടെ കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് മൈ ഫൈനൽ ഇക്വേഷൻ ഫോർ ആൻ ഓപ്പൺ സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ പ്രോസസ്സിനുള്ള അവൈലബിൾ എനർജിയുടെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ക്ലിയർ? സോ ഇതിൽ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു H മൈനസ് T0S എന്ന് പറയുന്നതാണ് Kinan ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു H മൈനസ് T0S, അത് 1 ആണ്. സോ B1 പ്ലസ് ഹാഫ് ഓഫ് mv1 സ്ക്വയർ പ്ലസ് mgz1 കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി മൈനസ് H2 minus T0S2 is Kinan function B2
പിന്നെന്താ പ്ലസ് ഹാഫ് ഓഫ് എം വി ടു സ്ക്വയർ പ്ലസ് എം ജി സെഡ് ടു എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്യാം, എനിക്ക് എഴുതാം. സോ ഇവിടെ കോമൺ എന്താണ്, ഇവിടെ ബി പ്ലസ് ഹാഫ് ഓഫ് എം വി പ്ലസ് എം ജി സെഡ്, ഇത് ഇവിടെ തന്നെയുള്ള ടേമാണ്. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ചില പല ടെക്സ്റ്റിലും കാണുന്നത് പല രീതിയിലാണ്. സോ ക്യാൻ സേ സൈ 1 മൈനസ് സൈ 2 ആയിട്ട് എന്ത് ചെയ്യാം, ഡബ്ല്യു മാക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. അപ്പം ഈ സൈനെ പറയുന്ന, ഈ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബി പ്ലസ് ഹാഫ് ഓഫ് എം വി സ്ക്വയർ പ്ലസ് എം ജി സെഡ് എന്ന് പറയുന്നതാണ് സൈ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സൈ ഈസ് കോൾഡ് അവൈലബിലിറ്റി ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സർജി ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോയുടെ ഇപ്പം നേരത്തെ നമ്മൾ കീനാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, ഇതിന് നമ്മൾ പറയുന്നത് എക്സർജി ഫംഗ്ഷൻ എന്നാണ്. എക്സർജി ഫംഗ്ഷൻ ഓഫ് എ സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോയുടെ എക്സർജി ഫംഗ്ഷനാണ് ഈ സൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം എന്നാണ്. സോ ഓപ്പൺ ഫ്ലോയുടെ കേസ് പറയുമ്പോൾ എക്സർജി ഫംഗ്ഷൻ നിങ്ങൾ കാണിക്കണം, കീനാൻ ഫംഗ്ഷൻ നിങ്ങൾ കാണിക്കാൻ മറക്കരുത്. അതുപോലെ ആ ഡയഗ്രാം കൂടെ കാണിക്കുക. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇക്വേഷൻ ഇതുപോലെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അവൈലബിലിറ്റി സെക്ഷൻ്റെ പാർട്ടിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഡെറിവേഷൻ ആണ് ചോദിക്കുക. പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലറായിട്ട് വേറൊരു ടൈപ്പ് പ്രോബ്ലംസ് ആണ്, അത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആസ് സച്ച് ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുക. ഈ ഇക്വേഷൻ കാണാപ്പാടൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആ തനത് പ്രൊസീജിയർ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇത് കാണാപ്പാടം പഠിക്കാൻ നിന്നാൽ അതിന് സമയം കളയാന്നല്ലാണ്ട് ഒരിക്കലും നിങ്ങളത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ 5 മോഡ്യൂളും കൂടെ പഠിച്ചു പോകുമ്പോൾ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ, ഇപ്പം തന്നെ ഞാൻ ഏതാ ക്ലോസ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിമൈൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് നാച്ചുറൽ. യു സി, നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുക. അപ്പോൾ ഡെറിവേഷൻ ഇതേപോലെ കാണാപ്പാഠം പഠിച്ച് നിങ്ങൾ കൊണ്ടുവരുത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ പ്രൊസീജിയർ, അതിനെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ എന്ത് ചെയ്തു, നമ്മൾ അവൈലബിലിറ്റി ഫംഗ്ഷനും നമ്മൾ കണ്ടു. ഇനി ഇത് സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി മാക്സിമം വർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന കണ്ടീഷൻ നമ്മൾ പറയുമായിരുന്നെങ്കിൽ, ഇത്രയാണ് നമ്മൾ ഡെറിവേഷനിൽ കാണിക്കേണ്ടത്. ഇനി ഡെറിവേഷന് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നത് വിത്ത് റെഫറൻസ് ടു ഡെഡ് സ്റ്റേറ്റും കൂടെ വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് 2ലേക്കല്ല, എന്തിലേക്കാണ് പോവുക, ഡെഡ് സ്റ്റേറ്റിലേക്കാണ് പോവുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് B1 മൈനസ് B2 ഐ ക്യാൻ റൈറ്റ് B1 മൈനസ് B0. ഓക്കെ, B1 മൈനസ് B0 ആണ് വിത്ത് റെഫറൻസ് ടു ദി ഡെഡ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം, H1 എന്നുള്ള ടേമൊക്കെ മാറ്റാം, 2 ഉള്ള ടേംസിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, 0 എന്നാക്കാം. H മൈനസ് T0 is initial state minus ഫൈനൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഇൻ ദി എൻവയൺമെൻറ്റുമായിട്ട് ഇക്വിലിബ്രിയമായിട്ടുള്ള ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ ഇക്വേഷനിലും എന്ത് ചെയ്യണം, 1 ഉള്ളതൊക്കെ H1 മാറ്റുക, V1 മാറ്റുക, Z1 മാറ്റുക, S1 മാറ്റുക. 2 ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്റ്റ് 2 ആയി വരുന്നിടത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. വിച്ച് മീൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഡെഡ് സ്റ്റേറ്റ് പൊസിഷൻ. S2ക്ക് പകരം 0 ആക്കുക. ഈ ഹാഫിൻ്റെ അവിടെ കൊണ്ടുപോയി 0 മണ്ടത്തരം കാണിക്കരുത്. ഇത് 2 എന്ന് പറഞ്ഞാൽ ഹാഫിൻ്റെ 2 ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ B1 ഉള്ള 1 മാറ്റാം, V1 മാറ്റാം, Z1 മാറ്റാം. B2ക്ക് പകരം ഇറ്റ് വിൽ ബി 0, V2ക്ക് പകരം ഇറ്റ് വിൽ ബി 0, Z2ക്ക് പകരം ഇത്രയും 0. സോ ദിസ് വിൽ ബിക്കം psi1 മൈനസ് psi0 എന്ന് വേണമെങ്കിൽ എനിക്ക് ലാസ്റ്റ് വിത്ത് റെഫറൻസ് ടു ഡെഡ് സ്റ്റേറ്റ് എന്ന് അഥവാ അവർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ കാണിക്കുക. അതല്ലെങ്കിൽ നോർമലി ഉള്ള ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡെഡ് സ്റ്റേറ്റും കൂടെ അതിൽ എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേ ഇക്വേഷൻ നോക്കിയിട്ട് 1 ഉള്ളിടത്ത് ആ 1 ഒക്കെ കളയുക, 2 ഉള്ളിടത്തൊക്കെ 0 ആക്കുക. അതായത് ഫൈനൽ സ്റ്റേറ്റ് ഡെഡ് സ്റ്റേറ്റ് ആയിക്കണ്, ഡെഡ് സ്റ്റേറ്റ് ആണ് ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റുക. സോ ഇതാണ് ഓപ്പൺ സിസ്റ്റത്തിൻ്റെ അവൈലബിൾ എനർജിയുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ടോപ്പിക്ക് പറയാൻ പോകുന്നത് ഒരു റിവേഴ്സിബിൾ സൈക്കിളിൽ അല്ലെങ്കിൽ റിവേഴ്സിബിൾ സൈക്കിളിൽ റിവേഴ്സിബിൾ പ്രോസസ്സിലെ
മാക്സിമം വർക്ക് ഡൺ. അതായത് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മാക്സിമം വർക്ക് ഡൺ എപ്പോഴും നടക്കുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലായിരിക്കും എന്നതാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു ഡെറിവേഷൻ പോലെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, മാക്സിമം വർക്ക് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു കാർനോട്ട് എഞ്ചിൻ്റെയും നോർമൽ എഞ്ചിൻ്റെയും ബേസിക്കലി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം വർക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിനാണെന്ന് പറയാം. ക്ലോഷ്യസ് ഇനീക്വാലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അങ്ങനെയും കാണിക്കാം. സോ ഇവിടെ എൻട്രോപ്പിയുടെ ബേസിൽ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ചില ടെക്സ്റ്റുകൾ കാണാം. അപ്പോൾ നിങ്ങളത് സിലബസ് മിസ്സായി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ എൻട്രോപ്പിയുടെ ബേസിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, കുറച്ച് മറ്റേതാണ് എളുപ്പം, ബട്ട് സ്റ്റിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. ഒരു 1 to 2 സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് കൂടെയും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് കൂടെയും അതിന് ഇങ്ങനെ ഒരു ചേഞ്ച് ഫേസ് ചേഞ്ച് അല്ല, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ ചേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്ന് കരുതുക. സോ ആസ് പെർ അവർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ത്രൂ റിവേഴ്സിബിൾ പ്രോസസ്സ് ഞാൻ കൺസിഡർ ചെയ്താൽ ഐ വിൽ റൈറ്റ് ആസ് Q equal to delta U, that is U2 minus U1 plus W. ക്ലിയർ ആണല്ലോ? ഈ വർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് റിവേഴ്സിബിൾ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കിളിനെയാണ്. ഇനി ഇത് റിവേഴ്സിബിൾ കൂടെ ഒരാൾ ഇറിവേഴ്സിബിൾ സൈഡിൽ കൂടെ പോയി എന്ന് കരുതുക. സോ Q ഇറിവേഴ്സിബിൾ എന്ന് കാണിക്കാം, QI എന്ന് കാണിക്കാം. Q ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഐ ക്യാൻ സേ ഇന്റേണൽ എനർജിയാണ്, അതൊരു പ്രോപ്പർട്ടിയാണ്, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഏത് പാത്ത് കൂടെ പോയാലും സെയിം ആയിരിക്കും. പ്ലസ് എന്തായിരിക്കും, WR പകരം WI, അതായത് ഇറിവേഴ്സിബിൾ പ്രോസസ് കൂടെ കിട്ടുന്ന വർക്ക് ഡൺ മറ്റൊരു വർക്ക് ഡൺ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. സോ ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഇക്വേഷൻ 1 ആൻഡ് ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഇക്വേഷൻ 2. സോ 1 - 2 വിൽ ഗീവ് മീ QR minus QI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം WR minus WI. ഇത്രയും എനിക്ക് കിട്ടി. ഇനി വാട്ട് ഈസ് ദി ഡെൽറ്റ എസ് ഓഫ് ദാറ്റ് സിസ്റ്റം? സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വിൽ ബിക്കം S2 minus S1, ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഡെൽറ്റ എസ് ഓഫ് ദ സറൗണ്ടിങ്സ് എന്തായിരിക്കും? സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ്. സോ ഇറ്റ് വിൽ ബിക്കം -Q by T0. T0 എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻട്രോപ്പി ചേഞ്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സോ ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എസ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ്സ്. അതെപ്പോഴും എന്തായിരിക്കും? ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഡെൽറ്റ എസ് ഉണ്ടാവുക. എപ്പോഴാണത് ഈക്വൽ ടു 0 ആവുക? വെൻ ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞത് എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം ഈസ് S2 minus S1 പ്ലസ് ഡെൽറ്റ എസ് ഓഫ് ദ സറൗണ്ടിങ് ഈസ് -Q by T0. അപ്പോൾ -Q എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് QR by T0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? കാരണം എന്താ? റിവേഴ്സിബിൾ ആണ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ സേ ദാറ്റ് QR ഈസ് ഈക്വൽ ടു T0 into S2 minus S1 ആണ്. QR is equal to T0 into S2 minus S1. ഈ ഒരു ടേമിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ ഇറ്റ് വിൽ ബിക്കം പ്ലസ്, എന്നിട്ട് T0 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, T0 into S2 minus S1. ഇനി ഒരു ഇറിവേഴ്സിബിൾ സൈക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് വിൽ ബിക്കം S2 minus S1 minus QI by T0, but it will be what? It will be greater than 0 അല്ലേ? അപ്പം ഞാൻ ഈ ടേമിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന QI by T0 ഇങ്ങോട്ട് റൈറ്റിക്ക് വരുമ്പോൾ ഈ സൈഡാണ് വരിക. സോ ഐ ക്യാൻ സേ QI ഈസ് ലെസ് ദാൻ T0 into S2 minus S1. QI and QR. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എപ്പോഴും റിവേഴ്സിബിൾ പ്രോസസ് കൂടെ നടക്കുന്ന വർക്ക് ഡൺ ആയിരിക്കും കൂടുതൽ, റിവേഴ്സിബിൾ പാത്ത് കൂടെ കിട്ടുന്ന പ്രോസസ്സിലായിരിക്കും കൂടുതൽ വർക്ക് ഡൺ കിട്ടുക ദാൻ വിറ്റ് ഈസ് ഡൺ ഇൻ ആൻ ഇറിവേഴ്സിബിൾ
സൈഡ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പാത്ത്. സോ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിലിറ്റിയിലെ മെയിൻ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 1-2 ടോപ്പിക്കും കൂടെ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറിവേഴ്സിബിലിറ്റിയുടെ ഒരു ഇക്വേഷനും അതുപോലെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ third module will wind up then. So in the next video we will be discussing on irreversibility as well as third law of thermodynamics. So thank you all for patient listening. എല്ലാവരും കൃത്യമായിട്ട് ഈ ഇക്വേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, ഡെറിവേഷൻ നോക്കുക. 1-2 ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് നാഗിൻ്റെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ DS കുമാറിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ഡെറിവേഷൻ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. Okay, so that's all for this video. Thank you.